ഇതാണ് വിനോദ് മാത്യു, 100% പ്രൊഫഷണൽ മോഷ്ടാവ്. ആലപ്പുഴ എടത്വ സ്വദേശി. 2 പതിറ്റാണ്ടിന്റെ മുൻപരിചയമാണുള്ളത്. മോഷണത്തിന് വിനോദിന് ചില പ്രത്യേകതകളുണ്ട്. വാഹനങ്ങൾ മാത്രമേ മോഷ്ടിക്കൂ. വീട്ടിൽ കിടന്ന വാഹനങ്ങൾ ഇന്നുവരെയും വിനോദ് മോഷ്ടിച്ച ചരിത്രമില്ല. പകരം വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട വാഹനങ്ങൾ മോഷ്ടിക്കും. എടത്വ സ്വദേശിയാണെങ്കിൽ താമസം വർഷങ്ങളായി കർണാടകയിൽ. വിവാഹിതനല്ല. മോഷണം നടത്തുന്നതിനായി ബസ് കയറിയെത്തും. ബസ് ഇറങ്ങിയതിനു ശേഷം സമീപത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിലെത്തി പൂട്ടുപൊളിക്കും. വണ്ടികൾ പണിക്ക് വർക്ക്ഷോപ്പിൽ നൽകിയത് കൊണ്ട് മിക്കവാറും എല്ലാ താക്കോലും എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ടുണ്ടാകും. എന്നിട്ട് താക്കോലെടുത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഇന്ധനം ആവശ്യത്തിന് ഉണ്ട് എന്ന് ഉറപ്പുള്ള വാഹനങ്ങൾ മാത്രമേ മോഷ്ടിക്കൂ. അല്ലാതെ പെട്രോൾ പമ്പിൽ കയറാനൊന്നും വിനോദിനെ കിട്ടില്ല. വർക്ക്ഷോപ്പിൽ നിന്നും മോഷണം നടത്തിയാലും പുലർച്ചെ 3 മണി കഴിയാതെ പുറത്തിറങ്ങാറില്ല. ഇതാണ് ശുഭമുഹൂർത്തം എന്നാണ് വിനോദ് പറയുന്നത്. കാരണം 3 മണിയായാൽ പെട്രോളിങ്ങിന് നിൽക്കുന്ന പോലീസുകാരും മറ്റുള്ളവരും എല്ലാം വിശ്രമിക്കുന്ന സമയമാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അതിർത്തി കടക്കം. മോഷ്ടിക്കുന്ന വാഹനങ്ങൾ ചന്ദന മാഫിയകൾക്ക് വിൽക്കും. അതും കിട്ടുന്ന വിലയ്ക്ക്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുമാതിരിപ്പെട്ട എല്ലാ വർക്ക്ഷോപ്പിൽ നിന്നും ഇയാൾ വാഹനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്. പാലക്കാട് മണലി വർക്ക്ഷോപ്പിൽ നിന്നും വാഹനം മോഷ്ടിച്ചു. വിനോദിനെ പിടികൂടാൻ പോലീസിന് കഴിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അത്രയ്ക്ക് മിടുക്കനാണ്.